ശ്രീ എൻ ലാൽകുമാർ, എബ്രഹാം മാത്യു സൂചിപ്പിച്ചതുപോലെ വിശ്വാസം അല്ലേ എല്ലാം. അത് അനുകൂല ഭാവത്തിലും പ്രതികൂല ഭാവത്തിലും ഒക്കെ ആസ്വദിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇന്ന് നാം കാണുന്നത്. ഇവിടെ പ്രധാനമായും അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു, എബ്രഹാം മാത്യു, അതായത് ഇതുവരെ കേരളം നേടിയെടുത്ത കേരളം എന്ന ഒരു ആശയമുണ്ട്. അതിൻ്റെ മഹത്വത്തിൻ്റെ കടക്കൽ കത്തിവെക്കാൻ ഉതകുന്ന തലത്തിലേക്ക് കാര്യങ്ങളെ നീക്കാൻ ചില ഛിദ്രശക്തികൾക്ക് ആയുധം കൊടുക്കുന്നതാണ് ഇതിൽ നടന്ന ഓരോ മൂവ്മെൻറ്റുകളും. ആ എലമെൻ്റ് വളരെ ശക്തമല്ലേ? അത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ ലാൽകുമാർ? അതെ, അതിനു മുമ്പ് എബ്രഹാം മാത്യു സാറിനെ കണ്ടതിൽ സന്തോഷം. കാര്യം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. കൂടാതെ നിയുക്ത മുഖ്യമന്ത്രിക്ക് എല്ലാവിധ ആശംസകളും. കാര്യം അദ്ദേഹം ഒരു വലിയ ഫൈറ്റിന് ശേഷം അദ്ദേഹത്തിൻ്റെ സീറ്റ് ഉറപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്യട്ടെ. കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് ഏറ്റവും ആഴത്തിലറിയാവുന്ന ഒരു വ്യക്തിയുടെ നിന്നാണ് നമ്മളിപ്പം കാര്യങ്ങൾ കേട്ടത്. എബ്രഹാം മാത്യു സാറിനെ പോലെ കോൺഗ്രസ് CPM രാഷ്ട്രീയം അറിയാവുന്നവർ വളരെ കുറവാണ്. അദ്ദേഹം അങ്ങനെ വളരെ സംസാരിക്കത്തില്ലേലും നമുക്ക് എത്ര പോയിൻ്റ് അതിനകത്ത് നിന്ന് കിട്ടിയെന്ന് നോക്കൂ. അപ്പം ഐ എം ഹാപ്പി ഫോർ ദാറ്റ് ആസ് വെൽ. ഇവിടെ കാര്യത്തിലേക്ക് വരാം. ഇവിടെ സംഭവിച്ചെന്താ? ഇവിടെ സംഭവിച്ചത് VD സതീശൻ എന്ന് പറയുന്ന ആളിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ്, തെരഞ്ഞെടുപ്പിൽ മുമ്പ് തന്നെ യഥാർത്ഥത്തിൽ ഒരു വലിയ രീതിയിലുള്ള കൺസോൾട്ടേഷൻ നടത്തത്തക്ക രീതിയിൽ ഒരു വലിയ ശ്രമം കേരള രാഷ്ട്രീയ ഭൂമിയിൽ നടന്നു എന്നുള്ളതാണ്. ഞാനത് പല ചർച്ചകളിലും അവതരിപ്പിച്ചതാണ്. അവതരിപ്പിച്ച് എത്രമാത്രം ജനങ്ങളത് എടുത്തു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എനിക്ക്. കാര്യം എത്രമാത്രം അത് കോംപ്രിഹെൻഡ് ചെയ്തു എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്. കാരണം നമ്മൾ പറയുന്ന എല്ലായ്പ്പോഴും എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല, എല്ലാവരുടെ പക്കലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല. അത് നമ്മൾ പറയുന്നതിൻ്റെ വ്യാപനം, ആ ആശയത്തിൻ്റെ വ്യാപനം പിന്നീടായിരിക്കാം സംഭവിക്കുന്നത്. കേരളത്തിൽ നോക്കൂ, കോൺഗ്രസ്സിനകത്തുനിന്ന് ചെയ്ത ഏറ്റവും വലിയ കാര്യം 2019 തെരഞ്ഞെടുപ്പാണ് ഇതിൻ്റെ വാട്ടർഷെഡ് മൊമെൻറ്റ്. ആ വാട്ടർഷെഡ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് രാഹുൽ ഗാന്ധി വരുന്നു. രാഹുൽ ഗാന്ധിയുടെ വരവ് വളരെ കൃത്യമായി ജയിക്കാൻ വേണ്ടി മാത്രം വരുന്നതാണ്. രാഹുൽ ഗാന്ധി നോർത്ത് ഇന്ത്യൻ ഹാർട്ട്ലാൻഡിൽ ജയിക്കില്ല എന്നും അതുകൊണ്ട് കേരളത്തിലേക്ക് വരുന്നു എന്ന ഒരു വിമർശനാത്മകമായ കാര്യം നമ്മൾ പലപ്പോഴും മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അന്നും ഇന്നും എന്നും പറയാൻ ആഗ്രഹിക്കുന്നതും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, ഇത് വല്ലാത്ത രീതിയിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഈ മനുഷ്യനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നതാണെന്നും, കാര്യം ആ വിളിച്ചുകൊണ്ട് വരുന്നത് വഴി ട്രൈ ജംഗ്ഷൻ തിയറിയൊക്കെ AK ആൻ്റണി കൊണ്ടിരുന്നുണ്ടല്ലോ. കാര്യം കർണാടകയും കേരളവും തമിഴ്നാടും ഒക്കെ ചേരുന്ന സ്ഥലം വയനാടെന്നുള്ള രീതിയിൽ അതൊരു ഇന്ത്യൻ രാഷ്ട്രീയത്തിന് വലിയൊരു വ്യത്യാസം വരുത്തും, കർണാടകത്തിലും ഒക്കെ വലിയ വ്യത്യാസം കോൺഗ്രസിൻ്റെ പെർഫോമൻസിന് വരുത്തും എന്നുള്ളൊരു തിയറി ഉണ്ടെന്നു. ആ തിയറി കേരളത്തിലുണ്ടാക്കിയ തിയറിയാണ്, അത് നാഷണൽ ലെവലിൽ ഉണ്ടാക്കിയ ഒരു തിയറി അല്ല. ആ തിയറി വഴി സത്യത്തിൽ ചെയ്തത് കേരളത്തിലെ മുസ്ലിം മതവിഭാഗത്തിലുള്ള ആൾക്കാരിലേക്ക് ഇല്ലാത്ത ഒരു ഇൻസെക്യൂരിറ്റി വലിയ രീതിയിൽ കോരിയിടാൻ അവർക്ക് കഴിഞ്ഞുള്ളതാണ്. ഇല്ലാത്ത ഇൻസെക്യൂരിറ്റി. കാര്യം എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് 2019 വലിയ രീതിയിൽ രാഹുൽ ഗാന്ധിക്ക് പുറകെ ജനം പോകുന്നത്. രാഹുൽ ഗാന്ധി വരുന്നു, പ്രധാനമന്ത്രിയാകുന്നു, BJPയെ പുറത്താക്കാനുള്ള വോട്ടാണ് ചെയ്തത്. നമ്മൾ തെറ്റിദ്ധരിക്കരുത്, നമുക്ക് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് എതിരെ ചെയ്ത വോട്ടാണെന്ന് വിചാരിക്കരുത്. BJPക്കെതിരെ ഉള്ള വോട്ടാണ് പൂർണ്ണമായി അങ്ങോട്ട് പോയത്. ആ ഷിഫ്റ്റ്, സത്യത്തിൽ ആ ന്യൂനപക്ഷ ഷിഫ്റ്റ് സംഭവിക്കണമെന്നുള്ളത് കോൺഗ്രസിൻ്റെ ആവശ്യമായിരുന്നു. അത് പിന്നീട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേന് ഒരു റിയൽ ഷിഫ്റ്റ് തിരിച്ചുണ്ടായി. കാരണം എന്താ? കാര്യം കോവിഡ് വന്നു, ആൾക്കാർക്ക് മനസ്സിലായി കോൺഗ്രസിനെ കൊണ്ട് അവരൊരു പ്രശ്നം നേരിട്ടു. ആ പ്രശ്നത്തിന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ഈ സർക്കാരിനും കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റി. ആ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും സർക്കാരിനും പറ്റി എന്ന് ഞാൻ പറയാൻ കാരണം DYFIയുടെ ഇടപെടൽ ശ്ലാഘനീയമായ ഇടപെടലായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞ് ആ ക്രൈസിസ് സിറ്റുവേഷനിൽ നമ്മൾ പിന്നീട് വരികയും നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പല ഫാക്ടേഴ്സും നോക്കൂ, അൺറീസണബിളായിട്ട് നമ്മളിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് പോയ വോട്ട്സ് നമ്മളേക്ക് തിരിച്ചു വരുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നു. കാര്യം ആ റിപ്പറ്റീഷൻ ആഗ്രഹിച്ചുള്ള പ്രവർത്തനം, ഞാൻ പറഞ്ഞ ആ പാറ്റേണിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യണമെന്നുള്ളത് ഇവിടുത്തെ ലീഗിൻ്റെയും
കോൺഗ്രസിൻ്റെ ആവശ്യമാണ്. അതുവഴി സംഭവിക്കുക, നിങ്ങൾക്കില്ലാത്ത ഒരു ശത്രുവിനെ നിങ്ങൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ നോക്കൂ, BJP യഥാർത്ഥത്തിൽ അത്ര രീതിയിലുള്ളൊരു ശത്രു ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇല്ലാത്തതിനെക്കാട്ടിലും കൂടുതൽ മാഗ്നിഫൈ ചെയ്ത് കാണിച്ചാലുള്ളൊരു പ്രശ്നം അൾട്ടിമേറ്റ്ലി സംഭവിക്കുക അതിഭീകരമായ കൺസോൾട്ടേഷൻ നടക്കുകയും നമുക്ക് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ട് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ സത്യത്തിൽ കോൺഗ്രസ് ചെയ്യുന്നത് നമ്മളെ ഡിഫീറ്റ് ചെയ്യാൻ അവർ കണ്ടെത്തിയ ഒരു കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് പണിയെടുക്കാൻ പറ്റാത്ത, ജനങ്ങളിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത, ജനങ്ങൾക്ക് ഇടയ്ക്ക് അവരുടെ സാമൂഹിക കാര്യങ്ങളും രാഷ്ട്രീയ കാര്യത്തിലും ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റാതെ ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുന്നതായിട്ട് മാറി. ഇത് ഞാൻ പറയുന്നത് ഓപ്പൺലി അത് പറഞ്ഞില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടുണ്ടാവും, ആരെങ്കിലും ഒരാൾ പറയണം. അപ്പോൾ ഈ ഷിഫ്റ്റ് നമുക്ക് അൺഡു ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ സത്യസന്ധമായ കാര്യം. ഈ ഷിഫ്റ്റ് ഇപ്പോൾ നോക്കൂ, ഈ പ്രാവശ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ BJPയുടെ വോട്ട് ഷെയർ നോക്കൂ, അവർക്ക് വളരെയധികം ശതമാനം കുറഞ്ഞിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ മൈനോറിറ്റി ഇപ്പോൾ SIRൻ്റെ കാര്യം പറയുന്നു. SIRൻ്റെ കാര്യം പറഞ്ഞ് ഓരോ വീടുകളിലും കയറി ഞങ്ങൾക്ക് ലീഗിന് വോട്ട് ചെയ്തില്ലെങ്കിൽ ഇത് മൊത്തം നശിക്കുമെന്ന് പറഞ്ഞ് വോട്ട് പിടിക്കുകയാണ്. ഇങ്ങനെയുള്ള വോട്ടിംഗ് പാറ്റേൺ നമ്മുടെ സ്ഥലത്ത് ക്രിയേറ്റ് ചെയ്യുമ്പം നോക്കൂ, ഹിന്ദു ഫോഴ്സസിൻ്റെ വോട്ട് ഒന്നിച്ച് വേണമെങ്കിൽ BJPയിലേക്ക് ചെല്ലാം. BJPക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കാനുള്ള ഒരു പൊളിറ്റിക്സ് ഇവിടെ കളിച്ചു. കാര്യം ഷാഫി പറമ്പിൽ, ഈ പറയുന്ന മുസ്ലിം ലീഗിൻ്റെ ആൾക്കാർ, അതിനകത്ത് മതം ഒരു ഫാക്ടറായിരുന്നു, പല ഘട്ടത്തിലും ഫാക്ടറായിരുന്നു എന്ന് പ്രകടമായി വന്ന കാര്യമാണ്. അതേ കാര്യം FCRയിലേക്ക് വന്നപ്പം, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നപ്പം FCRയെ കുറച്ച് അവർ ഇഫക്റ്റ് നള്ളിഫൈ ചെയ്തു. കാര്യം FCRയെ അവർക്ക് മനസ്സിലായി കുഴപ്പമാണ്, BJPയുടെ ഒപ്പം പോയ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി തിരിച്ചുപോയി. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു അതിഭീകരമായ ഒരു സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ, അത് കമ്മ്യൂണിറ്റിക്ക്, സൊസൈറ്റിക്ക്, നമ്മുടെ സോഷ്യൽ കോൺഷ്യസ്നെസ്സിന് ഒരു കാരണവശാലും 1% പോലും ഗുണമില്ലാത്ത ഈ സംസ്ഥാനത്തിന് ഭാവിയിൽ ഒരു ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഉണ്ടാക്കത്തക്ക രീതിയിലേക്ക് ഇവർ ആദ്യം തന്നെ കൃത്യമായി വളമിട്ടു എന്നുള്ളതാണ് എൻ്റെ അന്നത്തെയും ഇന്നത്തെയും വിമർശനം. അതാണ് പ്രീ ഇലക്ഷൻ സ്റ്റേജ്. ആ പ്രീ ഇലക്ഷൻ, നമ്മുടെ ഈ ഇലക്ഷൻ സ്റ്റേജിന് മുമ്പുള്ള ഇലക്ഷൻ സ്റ്റേജ്, അതിനകത്ത് പല ഇലക്ഷനുകളും വന്നിട്ടുണ്ട്. ആ പ്രീ ഇലക്ഷനകത്ത് പല ഇലക്ഷൻ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം സംഭവിച്ചെന്താ, ആ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം റോഡിലിറങ്ങി ഈ പറയുന്ന മറ്റ് സമുദായ സംഘടനകളുടെ ആൾക്കാരെ മോശമായി പറയുക, അത് ആ രീതിയിലേക്ക് അല്ലെങ്കിൽ അവർക്ക് അതിനെ ഇവോൾവ് ചെയ്യിക്കാൻ പറ്റി എന്നുള്ളതാണ്.